കിട്ടി വർക്കാക്കുന്ന പ്ലേസ് മാത്രം, പക്ഷെ സെയിം കമ്പനി തന്നെ കേട്ടോ. നോക്കാം പറ്റും, നിങ്ങൾക്ക് ഫീൽ ആവുമെന്ന് അറിയില്ല, പക്ഷെ എനിക്കുണ്ടല്ലോ കുറേ ആഗ്രഹിച്ചിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ബൈന്ന് വന്നത് ഗൈസ് പാഴ്സല്. സോ കൊറിയറിൽ നിന്ന് കിട്ടിയിട്ട് എൻ്റെ കൈമ കിട്ടിയപ്പാടുണ്ടല്ലോ എനിക്ക് എന്ത് പറയില്ല, സബറില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാനുണ്ടല്ലോ അച്ചക്കിനോട് ഇങ്ങനെ ചോറിനോടുക്കുന്നുണ്ട്, ഇത് വാങ്ങിത്താടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ എന്താണെന്നല്ലേ, എന്തായിരിക്കും? ഗ്യാസ് അതായത് ഗൈസ് ഞാനുണ്ടല്ല കുറേ ആയിട്ട് ഞാൻ പറയുന്നതിന്, ഞാൻ ഫസ്റ്റ് കുറച്ച് ദിവസം ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ അച്ചക്കനോട് പറഞ്ഞാൽ എനിക്ക് മൈക്കും ഒന്ന് വാങ്ങിത്താടാ, എന്നാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്നല്ല പറഞ്ഞിട്ട് നോക്കാം വാങ്ങിത്തരാന്നല്ല പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഈ അച്ചക്കു ആരെന്ന് പറഞ്ഞിട്ട് വേറെ ആരുമല്ല, എൻ്റെ ബ്രദറിൻലോ. അപ്പം നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ഇച്ചനോട് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രദറിനോടല്ലേ നമുക്ക് കൽമാൻ പറ്റും. അപ്പോൾ അതാ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടാ. സോ റൂംമേറ്റ്സ് നാട്ടിൽ വന്നിട്ടാകുമ്പോൾ അവർക്ക് കൊടുത്തയച്ചത് കേട്ടോ. അവർ വന്നപ്പാട് ഇട്ടതിന് ഇന്നിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. സോ ഞാനൊരു എന്താ പറയുക ലാസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്, എന്താ പറഞ്ഞത് ഒരു മിനി വ്ളോഗ്. സോ അപ്പോൾ അതിൽ കൊറിയർ വാങ്ങാൻ പോകുന്ന വീഡിയോയിലുണ്ട് കേട്ടോ. സോ വാങ്ങി വന്ന് ഫ്രഷായി പൊട്ടിക്കുന്നില്ല, എൻ്റെ പോന്നെ പൊട്ടിക്കാൻ പറ്റുന്നില്ല ഈ സാധനം. എന്ത് പാക്കാക്കിയത് ഇവർ. പക്ഷേ ഇങ്ങനെ പാക്കാക്കിയെങ്കിൽ സേഫായിട്ട് എത്തും. ഞാൻ ഒരിക്കൽ വീഡിയോ എടുക്കാമെന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അയ്യാനും എന്താക്കി വന്നിട്ട് ഫുള്ള് കരച്ചിലും പിടിച്ചാലും ആ വീഡിയോ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഓനെ സെറ്റാക്കിയിട്ട് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ മനസ്സൊക്കുന്നില്ല. എന്നാലും എന്താ പറയില്ലേ, ഓനെ കരിയുമ്പോഴത്തേക്ക് ഇതാക്കി സീനാവല്ല, അതിന് ഓനെ സെറ്റാക്കിയിട്ട് ഇതാക്കുന്നില്ല കേട്ടോ. എന്ത് പാക്കെന്നറിയാം ആക്കിയത്, ഇല്ലെങ്കിൽ താക്കത്തില്ല. സന്തോഷം എനിക്ക് കഴിഞ്ഞില്ല കുറച്ചേനെ. ഞാൻ വലിയ യൂട്യൂബിലെ വ്ളോഗറൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇന്നലെ ഒരു ദിവസം ഞാൻ ഒരു നല്ലൊരു യൂട്യൂബർ ആവും എന്ന് അറിയിച്ച്. സോ ഇപ്പോഴേ എനിക്ക് മൈക്ക് ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് ഫോളോവേഴ്സ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും. പക്ഷെ എന്താ പറയുക, ഞാനിത് നിർത്തിക്കില്ല എന്ന് ഉറപ്പ്. ഞാൻ ഞാൻ ചെറിയ എന്തെങ്കിലും പഠിക്കാൻ അയച്ചാൽ ഞാൻ അതും കംപ്ലീറ്റ് ആക്കിയില്ല. അങ്ങനെ എന്തെല്ലോ സംഭവം ഉണ്ടായിന്. ടൈലറിങ്ങിന് പോയി, പിന്നെ കമ്പ്യൂട്ടർ ഞാൻ എക്സാം എഴുതിയിട്ടാണ് മാത്രം. പക്ഷെ ഞാൻ വർക്ക് ആക്കിനി. പക്ഷെ എല്ലാം പകുതി ഇട്ടാ, ടൈലറെല്ലാം മൊത്തത്തിൽ പകുതി, രണ്ടുട്ടും ചോനെ അങ്ങനെ പകുതി. പക്ഷെ എനിക്ക് ബേന ഗൈസ് അതാണ്. പക്ഷെ ഞാൻ യൂട്യൂബിലുണ്ടല്ലോ വീഡിയോ എപ്പോൾ സ്റ്റാർട്ടാക്കിന് അന്ന് ഇപ്പം 2 year ആയിക്കൊണ്ട് വരുന്നുണ്ട്. സോ ഞാൻ ഇതുവരെ സ്റ്റോപ്പ് ആക്കിയിട്ട. അപ്പോൾ എനിക്ക് എന്നോട് വിശ്വാസമുണ്ട്, ഞാനിത് എന്താ പറയുക നിർത്തിക്കില്ല എന്ന് അറിയിച്ച്. ഇനി എത്ര കഷ്ടം വന്നാലും ഞാൻ നിർത്തിക്കില്ല എന്ന് അറിയിച്ച്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒന്നും ഇല്ലാതെ നല്ല പാങ്ങിൽ ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് വ്യൂ എല്ലാം കിട്ടുന്നുണ്ട് അത്യാവശ്യം. വല്ലതൊന്നുമല്ല, ഇനി മോണിറ്റൈസർ ആവേണ്ട ഒരു കിട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഇത് കിട്ടിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വീഡിയോസ് എല്ലാം ഓൺ വോയിസ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ആശ. പക്ഷേ ഇനി ഇത് കിട്ടിയ പിന്നെ ഞാൻ വീഡിയോ എടുക്കുമെന്ന് അറിയില്ല കേട്ടോ. അതൊരു കോമഡി വേറെ. ഇനി ഇങ്ങനെ എന്താ പറയില്ലേ വോയിസ് ഓവർ കൊടുക്കുക എന്തോന്നും അറിയില്ല. സോ ഇത് ഞാൻ എത്ര നേരമല്ലേ തുറക്കാൻ നോക്കുന്നു. പക്ഷേ ഇത് പാക്കാക്കിയത് എൻ്റെ ഇക്കൻ്റെ പണി തന്നെ ആയിരിക്കും. ഇക്കവും അച്ചക്കും രണ്ടാളും ഒന്നിച്ചിട്ട് തന്നെ കേട്ടോ റൂമിലും. പക്ഷെ വർക്കാക്കുന്ന പ്ലേസ് മാത്രം, പക്ഷെ സെയിം കമ്പനി തന്നെ കേട്ടോ. അപ്പം ഇവർ പാക്കാക്കിയതുണ്ടല്ലോ, എൻ്റെ പൊന്നയുടെ ഒന്നുമില്ല, എൻ്റെ താഴെ പോണം. അതിനുള്ള ഇത് ഇതാക്കിയില്ല. പക്ഷെ പിടിച്ചിട്ട് കീറാന്ന് പറഞ്ഞെങ്കിൽ കയ്യില്ല. എന്ത് കൊണ്ട് അപ്പോൾ പൊട്ടേൻ്റെ അവസ്ഥ ഒക്കെ ആരൊന്നും വിചാരിക്കണ്ട. എനിക്ക് ക്ഷമയും പറയാം. ഇത്ര കഷ്ടപ്പെടും എന്തിന്? ഒന്ന് കത്തി കൊണ്ടുവന്നതിന് മുറിച്ചാൽ പോരെ, 2 minute ഒന്ന് കയ്യിൽ നിങ്ങൾ വിചാരിക്കും. പക്ഷെ താഴെ പോയിട്ട് പിന്നെ മുകളിൽ വരണ്ടേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ല ഞാൻ എത്ര ബെനയെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കാര്യമില്ലാന്ന് എന്നെ കാണിക്കുന്നത് എത്ര ആളുണ്ട്.
ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഇപ്പം ഞാനുണ്ടല്ലോ ഷോർട്സ് ഇല്ല, മുമ്പ് ഷോർട്സ് 2-3 ഞാൻ പോസ്റ്റ് ആക്കും കേട്ടോ. ഇനിയും 4 പോസ്റ്റ് ആക്കുന്നുണ്ടാണ് ഇപ്പം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് മെയിൻ ഫോക്കസ് ഉണ്ടായത് സബ്സ്ക്രൈബർ 1000 ആക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്ന് ഞാൻ സക്സസ് ആയിട്ടുണ്ട്. 1000 ആയിട്ട് ഇപ്പം 2000 ആയിട്ടുണ്ട്. സോ ഇനി എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഞാൻ ഷോർട്സ് ഞാൻ നോക്കുന്നേ ഇല്ല കേട്ടോ. എങ്ങനെയും ഷോർട്സ് ഞാൻ എന്താ പറയല് ഒരു ദിവസം ഒന്ന് അങ്ങനെ ഇതാക്കും. പക്ഷെ ദിവസം ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ആക്കും. അത് സ്കിപ്പാക്കാതെ. അത് എനിക്കുണ്ടല്ല ഇത്ര ഇതിൽ എനിക്ക് കുറച്ച് ദിവസമായി ഇട്ടിട്ടുള്ള റീച്ച് കിട്ടിയത് ഇത് കേട്ടാ. ഞാൻ ലാസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായി. ലാസ്റ്റ് അല്ല, അതിന് മുമ്പ്. അപ്പോൾ എന്താ പറയുക, അത് ഞങ്ങൾക്ക് നല്ല ഇത് കിട്ടീനി. വിവോ വാട്സപ്പിൽ അത്യാവശ്യം കിട്ടീനി. സോ സന്തോഷം. 5-10 മിനിറ്റായി ഈ സാധനത്തിന് ഇരുന്നിട്ട് ഞാൻ താഴെ പോയിട്ട് ഇനി ഇത് കൊണ്ടുവരാൻ തോന്നുന്നല്ലേ. നോക്കാം പറ്റും. ആകെ 2 സെക്കൻഡ് പണി ഞാനുണ്ടല്ലോ. എന്തിനിക്കാ ഇത്രയുള്ള പാക്കാക്കിന്? നിങ്ങൾ പറഞ്ഞൊരു കാര്യമില്ലല്ലോ, എനിക്ക് സേഫായിട്ട് എത്തിക്കണം. പക്ഷേ ഇങ്ങല്ല ഒരു കാര്യമുണ്ട്, എൻ്റെ ഈ യൂട്യൂബ് ജേർണിയിലുണ്ടല്ലോ ഞാൻ ഈ നിർത്തിക്കാതെ ഒരു ദിവസം വീഡിയോ ഇടാത്ത കാരണം എൻ്റെ ഇക്കാട്ടോ അത്രയ്ക്കും സപ്പോർട്ട്. ഒക്കെ പറയും ഇടുമാ എന്തായാലും ഇടുന്ന് അറിയിച്ച് എനിക്ക് മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ പറയും അച്ഛൻ നാളെ ഇടാം വീഡിയോ ഇല്ലമ്മാന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞാൽ അപ്പം എന്തെങ്കിലും ഒരു വീഡിയോ തട്ടിക്കൂട്ടി കിട്ടും. സോ അത്രയും ഓർമ്മിപ്പിക്കും, അത്രയും സപ്പോർട്ടാക്കട്ടെ. ഞാൻ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് വാങ്ങിത്തരില്ല, പക്ഷെ കഴിഞ്ഞത്ര ഇത് നോക്കിയിട്ട് വാങ്ങിത്തരും. സോ അത് മതിയല്ലേ നമ്മുടെ ബാക്ക് സപ്പോർട്ട്. എൻ്റെ പില്ലറാണ് ഗൈസ്. 2 ആൾ, ഒന്ന് എൻ്റെ ഉമ്മാവും ഒന്ന് എൻ്റെ കെട്ടിയവനും. ഫൈനലി ഇട്ട കെട്ട് ഞാൻ അയച്ചു. എന്ത് പാക്ക് എൻ്റെ പൊന്നിക്ക ഇങ്ങനെ ഉണ്ടോ? എനിക്കുണ്ടല്ലോ ബോഡിയിൽ ഇങ്ങനെ. സത്യം പറഞ്ഞാൽ മൈക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ട് ആകെ എല്ലാവരും വീഡിയോ എടുക്കുന്നത് മാത്രം കണ്ടിട്ടുണ്ട്. സോ എന്നെ പൊന്നെ കിട്ടി. ഇതെന്ത് ഇതൊരു സംഭവം ഉണ്ട് ഐഫോണിന് എന്തോ. പിന്നെ മൈക്ക് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ബട്ടൺസ് പോലത്തെ വേണമെന്നല്ല പറഞ്ഞിട്ട്. അങ്ങനെ വാങ്ങി തന്നിട്ട പാവൻ്റെ ചെക്കു. താങ്ക് യു ചെക്കു. ഓനെനിക്ക് ഭയങ്കര സപ്പോർട്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നതിലും എല്ലാത്തിനും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ചെക്കു. പൊട്ടിക്കുന്നുണ്ട് എൻ്റെ മുന്നേ. ഇതിങ്ങനെ ഇപ്പൊ കൈമ കിട്ടി എങ്ങനെ യൂസ് ആക്കല്? ഇതായിരിക്കും മൈക്ക്. കണ്ട ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടാ. ബെഡിൽ ഇരുന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് താഴ്പോട്ടാട്ട് നോക്കി ശ്രദ്ധിച്ചെങ്കിൽ അപ്പൊ ഇങ്ങനെ തലപടപടപട അടുക്കണം. കണ്ടാ വീണേക്ക. അപ്പൊ ഇതെന്ത് സാധനം? ഇനി ഇതിന് ചോനായിട്ട് ക്ലിപ്പാക്കുന്നായിരിക്കോ? എന്റെ പൊന്നെ നോക്കിയേ. നിങ്ങൾക്ക് ഫീൽ ആവുമെന്ന് അറിയില്ല, പക്ഷെ എനിക്കുണ്ടല്ലോ ഉമ്മ കോളാക്കുന്നുണ്ട്. എനിക്ക് ഇപ്പം വരാം. തായിന്ന് ഉമ്മ വിളിച്ചത് ഗൈസ്. സോ ഇതിന്ന് എടുത്ത പാടിണ്ടല്ലോ. ഇതിന്റെ ബാക്കിൽ കണ്ടാ ലൈറ്റ് എത്തുന്നത്. ഇതിലും കത്തുന്ന നോക്കാലോ. പഠിച്ചതായി തമ്പുരാന് എങ്ങനെ യൂസ് ആക്കട്ടെ ഒന്നും അറിയില്ല. എങ്ങനെ യൂസ് ആക്കട്ടെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ കിട്ടി ഗായ്സ്.
ഇതിലും ലൈറ്റ് കത്തുന്നുണ്ട് എൻ്റെ പൊന്നെ. പിന്നെ ഇതും ഉണ്ട് കേട്ടോ. ഇത് സി പിന്ന്. ഓ ഐ തിങ്ക് എന്തെന്നറിയോ, ഇത് ചാർജില്ല. എന്നെ കണ്ട ഇത് റെഡ് കളർ കത്തുന്നുണ്ട്. ചാർജില്ല. ചാർജല്ലാക്കി തന്നൂടേക്കാം ആവശ്യം കൂടി. ഇതെന്തിനാന്ന് മനസ്സിലായപ്പോൾ ഇത് സി പിന്നെ എൻ്റെ ഫോൺ ഐഫോൺ ആയത് കൊണ്ട് അതിന് കുത്താനുള്ള ഇത് കേട്ടോ പിന്നാണ് ഇതിലുള്ളത്. അപ്പം നമുക്ക് കണക്റ്റ് ആക്കി നോക്കാം. ഇതിൻ്റെ സൗണ്ട് നമുക്ക് വേണ്ട വേണം. ഇനി ഇത് ഓപ്പൺ ആക്കണല്ലേ. കാലിക്ക തിരിച്ചെടുത്തത്. ഇങ്ങനെ എടുക്കണ്ടത് ഞാൻ ഇങ്ങനെ എടുത്ത് സാധനം സേഫായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് മെയിൻ ഹൈലൈറ്റ്. ഇത് സേഫായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് ചെറിയൊരു ക്ലിപ്പ്. ഇത് ഓക്കെ ഇത് ഫോണിൽ കുത്തിയിട്ട് ഇതിൽ കുത്തിച്ച് അപ്പോൾ ഇത് കണക്ട് ആവുമായിരിക്കും അല്ലേ. ഇതിന് ചാർജ് കുത്തില്ലപ്പോൾ. അപ്പോൾ ഇതിന് ചാർജർ എടുത്തു. ചാർജർ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് കേബിളുണ്ട്. ആ കേബിൾ ഏത് ടൈപ്പ് നോക്കാട്ടാ. എനിക്ക് തോന്നുന്നു സി പിന്നെ തന്നെ ആയിരിക്കും. ഇതെന്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. യെസ് സി പിന്നെ കേട്ടാ. സോ ഗായ്സ് നമുക്കിത് കണക്റ്റ് ആക്കി നോക്കാം. ഒരു മിനിറ്റ്. അതല്ല ഇതെന്ത് സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ക്ലിപ്പാക്കുന്ന സംഭവം അല്ലേ. ഭയങ്കര റേറ്റ്. പക്ഷേ ഇതിലൊരു ഇതും കൊടുത്തിട്ടുണ്ട് കണ്ട. ഐ തിങ്ക് ഇതെന്തിനുള്ളത്? കണ്ട ഇതിങ്ങനെ ക്ലിപ്പാക്കാൻ ക്ലിപ്പാക്കാനായിരിക്കും കേട്ടാ. സോ തന്നെ ഓക്കെ യെസ് തന്നെ. അപ്പം നമുക്ക് നോക്കാം, കണക്റ്റ് ആക്കാം. ഞാൻ കുത്തുന്നുണ്ട്. ഒരു മിനിറ്റ്. അല്ല ഇതിപ്പോൾ ഞാൻ ഓണാക്കല്ലേ ഞാൻ. അയ്യോ ഒരു മിനിറ്റ്. കണക്റ്റ് ആക്കിയിട്ട് തന്നെ ഞാൻ വരാട്ടാ. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ? എനിക്ക് എങ്ങനെ ഇത് കണക്റ്റ് ആയോ ഇല്ലെന്ന് അറിയുന്നില്ല. ഇതിലിപ്പോ റെഡും ഗ്രീനും കത്തുന്നുണ്ട്. സോ എങ്ങനെ മനസ്സിലാവില്ലേ? കണക്റ്റ് ആക്കി. ഓക്കെ കണക്റ്റ് ആണെന്നല്ലേ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫറൻസ് അറിയുന്നുണ്ടോ? ഒരു മിനിറ്റ് ഞാൻ തന്നെ നോക്കട്ടെ. ഇത് കഷ്ടപ്പാട് കിട്ടി. ഇതിൽ തന്നെ കണക്ട് ആക്കാനുള്ള കഷ്ടപ്പാട് എന്തെങ്കിലും ഉണ്ട്. കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് സൗണ്ട് ഓൾറെഡി ഈ റൂമിൽ ഇരുന്നിട്ടുള്ള ഓൾറെഡി ഡയറക്റ്റ് സൗണ്ട് കൊടുത്തിട്ടുണ്ടല്ല, അത് നല്ല ക്ലിയർ ഉണ്ട്. ഇതിൽ കുറച്ചൊരു ഡിഫറൻസ് ഇല്ലേ. എനിക്ക് തോന്നി ഇത് മൈക്ക് സെറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എല്ലാം കുറച്ചിട്ടുള്ള സൗണ്ട് ആയിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ ഇത് യൂസ് ആക്കിയിട്ടുള്ള ഓൺ റിവ്യൂ ഞാൻ പറഞ്ഞുതരാട്ടാ. സോ എന്താ പറയലേ, അപ്പോ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി. അപ്പോ കണക്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിയുന്നില്ല. സൗണ്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വോയിസ് കൊടുക്കാട്ടാ. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ആക്കാട്ടാ. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ? ഇനി ഞാൻ ഇത് കട്ടാക്കിയിട്ട് എൻ്റെ വോയിസ് ഞാൻ കേട്ടോക്കണ്ട. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല കേട്ടാ. എന്തെങ്കിലും ഞാൻ ഇത് കണ്ടിട്ടേ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ആക്കുക, അത് വേറെ കാര്യം. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ പറയാട്ടാ. ഇപ്പോൾ നിങ്ങൾ ഉണ്ടല്ലോ എൻ്റെ ഞാനിപ്പോൾ ഫസ്റ്റ് മൈക്കില്ലാതെ കൊടുത്തിട്ടുള്ള വോയിസ് ക്ലിയർ ആയിരിക്കും. സോ ഇവിടെ ഒന്നും സൗണ്ട് ഇല്ല. ഞാൻ ഫാൻ ഓഫാക്കി AC ഇട്ടിട്ടുള്ളത്. പിന്നെ അല്ലാതെ പുറത്തുനിന്ന് ഒരു സൗണ്ട് ഇല്ല. സോ ഇനി പുറത്ത് പോയെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് അറിയായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗ് ഞാൻ അത് കണക്ട് ആക്കിയിട്ട് ഇന്ന് നന്നിട്ട് ഞാൻ സെറ്റ് ആക്കിയിട്ട് വരും കേട്ടോ. ഇനി അടുത്ത വ്ലോഗിൽ കാണാൻ കഴിച്ച് ഇങ്ങനെ എൻ്റെ ചളിയെല്ലാം കേട്ടോണ്ട്. ഓക്കെ അപ്പോൾ ബൈ.